നമസ്കാരം, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ജൈവ കൃഷിയിൽ വലിയ പ്രാധാന്യമാണ് ചകിരിച്ചോർ കമ്പോസ്റ്റിനുള്ളത്. പച്ചക്കറി കൃഷിയിൽ പൊതുവെ നടീൽ മിശ്രിതത്തിൽ ഉപയോഗിക്കുന്ന ഒന്നാണിത്. കാരണം മണ്ണിൽ ഈർപ്പം നില ഉയർത്തുകയും വിളവിന്റെ അളവും ഗുണവും വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. അടുക്കളത്തോട്ടത്തിലും ടെറസ് കൃഷിയിലും ഗ്രോ ബാഗ് തയ്യാറാക്കുമ്പോഴും ഇത് ഒഴിച്ചുകൂടാൻ പറ്റാത്തതിനാൽ ചകിരിച്ചോറ് നമ്മൾ മിക്കവരും വാങ്ങുകയാണ് പതിവ്. വിപണിയിൽ പ്രത്യേകം പാക്ക് ചെയ്ത ചകിരിച്ചോറ് ലഭിക്കുമെങ്കിലും പണം മുടക്കി വാങ്ങേണ്ടതിനാൽ പലരും ചകിരിച്ചോറ് ഉപയോഗിച്ച് കൃഷി ചെയ്യാൻ മടിക്കുന്നു. എന്നാൽ ഇനി 5 പൈസ ചെലവില്ലാതെ വീട്ടിൽ തന്നെ ചകിരിച്ചോറ് തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. അല്പമൊന്ന് മിനക്കിടണം എന്ന് മാത്രം. നല്ല സൂര്യപ്രകാശം ലഭ്യമാകുന്ന ഇടം തിരഞ്ഞെടുത്ത് ചകിരി കമ്പോസ്റ്റ് നിർമ്മാണം ആരംഭിക്കാം. 2 രീതിയിൽ വീട്ടിൽ ചകിരിച്ചോറ് ഉണ്ടാക്കാം. തേങ്ങ പൊതിച്ചതിനു ശേഷമുള്ള തൊണ്ട് നന്നായി കുതിർത്തതിനു ശേഷം ചോറ് അതിൽ നിന്ന് വേർതിരിക്കുന്ന രീതിയാണ് ആദ്യത്തേത്. നന്നായി കുതിർത്ത തൊണ്ടിന്റെ 2 അറ്റവും വെട്ടിമാറ്റിയ ശേഷം കൈ ഉപയോഗിച്ച് ചകിരിനാര് വേർതിരിച്ചെടുക്കാം. ഇങ്ങനെ വേർതിരിക്കുമ്പോൾ അതിലെ പൊടി ശേഖരിക്കാൻ അടിയിൽ പ്രത്യേകം പേപ്പറോ ഷീറ്റോ വെച്ചിരിക്കണം. ഇങ്ങനെ വീഴുന്ന പൊടി വീണ്ടും നന്നായി കുതിർത്തതിനു ശേഷം കഴുകി ഉണക്കി സൂക്ഷിക്കാം, അല്ലെങ്കിൽ ഉപയോഗിക്കാം. ചകിരി കുതിർക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം ഉപയോഗശൂന്യമാണ്, അത് ഉപേക്ഷിക്കണം. ചെടികളുടെയും മറ്റും ചുവട്ടിൽ ഇത് ഒഴിക്കാതിരിക്കുക. മുകളിൽ പറഞ്ഞതുപോലെ ചോറ് മാത്രമായി എടുക്കാൻ മടിയുള്ളവർക്ക് ചകിരിത്തൊണ്ട് പൂർണ്ണമായും വെട്ടി നുറുക്കി ചകിരിച്ചോറ് ഉണ്ടാക്കാം. ഇത് നന്നായി കഴുകി ഉണക്കി ഉപയോഗിക്കാം. ഇത്തരത്തിൽ വീടുകളിൽ ഉപയോഗശൂന്യമായി കളയുന്ന ചകിരിത്തൊണ്ട് അനായാസം സംസ്കരിച്ച് കൃഷിക്കായി ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. ചകിരിച്ചോറ് കമ്പോസ്റ്റ് നല്ല ജൈവവളം എന്നതിന് പുറമെ മണ്ണിൽ വായു സഞ്ചാരം ഉറപ്പാക്കുന്നതിനും സഹായിക്കും. മണ്ണിലെ ഈർപ്പനില ഉയർത്തുകയും ചെടികളുടെ വേരുപടലത്തിന്റെ വളർച്ചയ്ക്ക് വേഗം കൂട്ടുകയും ചെയ്യുന്നു. സസ്യമൂലക ആഗിരണ ശേഷി കൂടുന്നു. വിളവിന്റെ അളവും ഗുണവും വർദ്ധിക്കും. ഗ്രോ ബാഗ്, ചട്ടികൾ എന്നിവയുടെ ഭാരം കുറയ്ക്കാനും ചകിരിച്ചോറ് കമ്പോസ്റ്റ് ഉപയോഗിക്കുന്നത് സഹായിക്കും. വിവിധ തരത്തിലുള്ള ജൈവവളങ്ങളാണ് നമ്മൾ കൃഷിക്കായി ഉപയോഗിച്ചു പോരുന്നത്. നിലക്കടല പിണ്ണാക്ക്, വേപ്പിൻ പിണ്ണാക്ക് തുടങ്ങിയവ ജൈവ കൃഷിയിൽ പൊതുവെ ഉപയോഗിച്ചു പോരുന്നു. പിണ്ണാക്കുകളുടെ ഗുണമേന്മ കൂട്ടാനുള്ള വഴി അവയെ പുളിപ്പിക്കുക എന്നതാണ്. വെള്ളം ചേർത്ത് കുതിർത്ത് കിട്ടാൻ വെക്കുക. ഒരു ദിവസം രാത്രിയിൽ വെച്ചാൽ പിറ്റേന്ന് പുലരുമ്പോഴേക്ക് ഇത് തയ്യാറായി കഴിഞ്ഞിട്ടുണ്ടാകും. ഒരു പാത്രത്തിൽ 5 കിലോഗ്രാം ചാണകം 100 ലിറ്റർ വെള്ളത്തിൽ കലക്കി വെക്കുക. അതിലേക്ക് പിണ്ണാക്കുകൾ 2 കുതിർത്തത് ചേർക്കുക. നന്നായി ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം 2 ആഴ്ച ഇതേ രീതിയിൽ വെക്കുക. ദിവസവും രാവിലെ നീളമുള്ള വടി കൊണ്ട് മിശ്രിതം നന്നായി ഇളക്കി ചേർക്കണം. 2 ആഴ്ച കഴിയുമ്പോൾ പിണ്ണാക്ക് ചാണകം മിശ്രിതം നന്നായി പുളിച്ചു ചേർന്നിട്ടുണ്ടാവും. ഇത് 1 ലിറ്റർ 5 ലിറ്റർ വെള്ളവുമായി ചേർത്ത് നേർപ്പിച്ച് ചെടികൾക്ക് ഇലയിലൂടെ ഒഴിച്ചു കൊടുക്കാനും ചുവട്ടിലൊഴിക്കാനും നല്ലതാണ്. അടുത്ത ജൈവവളം എന്ന് പറയുന്നത് കാലിവളമാണ്. തൊഴുത്തിൽ നിന്ന് കിട്ടുന്ന മൂത്രം, ചാണകം, തീറ്റി സാധനങ്ങളുടെ ബാക്കി എന്നിവ അഴുകി കിട്ടുന്ന വളമാണ് കാലിവളം. ഇങ്ങനെ അഴുകിയ ശേഷം കിട്ടുന്ന കാലിവളത്തിൽ 0.5% വീതം നൈട്രജനും പൊട്ടാഷും 0.2% ഫോസ്ഫറസും ഉണ്ട്. ഒരു പശുവിൽ നിന്ന് ഒരു വർഷം ഏകദേശം 5 ടൺ കാലിവളവും ഒരു എരുമയിൽ നിന്ന് 7 ടൺ കാലിവളവും കിട്ടുമെന്നാണ് കണക്ക്. മൂലകങ്ങളുടെ കണക്കെടുക്കുകയാണെങ്കിൽ ഒരാണ്ടിൽ മേൽപ്പറഞ്ഞ മൃഗങ്ങൾ ഓരോന്നും 40 തൊട്ട് 55 കിലോഗ്രാം വരെ നൈട്രജനും 10 മുതൽ 15 കിലോഗ്രാം വരെ ഫോസ്ഫറസും 145 കിലോഗ്രാം വരെ പൊട്ടാഷ്യം തരുമെന്ന് കണക്കാക്കാം. ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇത്രയും വളവും മൂലകങ്ങളും കിട്ടണമെങ്കിൽ അവയിൽ നിന്നുള്ള ചാണകവും മൂത്രവും നഷ്ടപ്പെടാതെ ശേഖരിക്കുകയും വേണം. ഗുണമേന്മയുള്ള കാലിവളം എങ്ങനെ ഉണ്ടാക്കാം? നമുക്ക് കാലിവളം വെറുതെ കൂട്ടിയിടുന്നത് വഴി അതിൽ നിന്നും മൂലകങ്ങൾ പല രീതിയിൽ നഷ്ടപ്പെടും. നനയത്തക്ക വിധത്തിൽ വളം കൂട്ടിയിടുകയാണെങ്കിൽ അവ ഒലിച്ച് നഷ്ടപ്പെടുകയും ചെയ്യും. മേന്മയുള്ള കാലിവളം ഉണ്ടാക്കിയെടുക്കുന്നതിനുള്ള കാര്യങ്ങൾ ഇനി പറയുന്നവയാണ്. തൊഴുത്തിനടുത്ത് 20 അടി നീളം, 5 അടി വീതി, 3 അടി ആഴം എന്നീ അളവിൽ ഒരു കുഴി ഉണ്ടാക്കുക. കാലികളുടെ തീറ്റി സാധനങ്ങളുടെ ബാക്കി, മുറ്റം അടിച്ചു കിട്ടുന്ന ചപ്പുചവറുകൾ, അതുമാതിരിയുള്ള മറ്റ് ചവറുകൾ എന്നിവ തൊഴുത്തിനടുത്ത് കൂട്ടിയിടാം. ചാണകത്തേക്കാൾ മേന്മയുള്ളത് മൂത്രത്തിനായതുകൊണ്ട് നല്ല കാലിവളം ഉണ്ടാക്കാൻ മൂത്രം കിട്ടുന്നത്ര ശേഖരിക്കണം. ഇതിനായി നമ്മൾ ശേഖരിച്ച ചപ്പുചവറുകൾ തൊഴുത്തിൽ വിരിക്കുക. ഒരു മൃഗത്തിന് ഏതാണ്ട് 2 കിലോഗ്രാം എന്ന കണക്കിൽ മൂത്രവും ചാണകവും വീഴാൻ സാധ്യതയുള്ള ഭാഗത്താണ് ഇങ്ങനെ നിരത്തുക. എല്ലാ ദിവസവും രാവിലെ ഇവ ശേഖരിക്കണം. ചപ്പുചവറ്, ചാണകം, മൂത്രം എന്നിവ ഒന്നിച്ചുള്ള മിശ്രിതം മേൽപ്പറഞ്ഞ കുഴിയിൽ ദിവസവും ശേഖരിക്കാം. കുഴിയുടെ ഒരു ഭാഗത്ത് നിന്ന് ഓരോ മീറ്റർ നീളത്തിലാണ് ഇങ്ങനെ വളം കൂട്ടിയിടുക. ആദ്യത്തെ 1 മീറ്റർ നീളത്തിൽ ഇട്ട വളം കുഴി നിറഞ്ഞ് 1.5 മുതൽ 2 അടി ഉയരത്തിലെത്തുമ്പോൾ മൂടണം. അതിന് മണ്ണും ചാണകവും കൂടിയ ചെളിയാക്കിയ മിശ്രിതം ഉപയോഗിക്കാം.
അതിനുശേഷം അടുത്ത 1 മീറ്ററിൽ വളം നിറയ്ക്കാൻ ആരംഭിക്കാം. ആദ്യത്തെ കുഴി 3-4 മാസം കൊണ്ട് മൂടിക്കഴിഞ്ഞാൽ രണ്ടാമത്തെ കുഴി തുറക്കാം. രണ്ടാമത്തെ കുഴി നിറഞ്ഞു കഴിയുന്നതോടെ ആദ്യത്തെ കുഴിയിലെ വളം പാകപ്പെട്ടിരിക്കും. 3-4 കന്നുകാലികളുള്ള ഒരു കർഷകന് ഇത്തരം 2 കുഴികൾ മതിയാകും. 3 പശുക്കളുള്ള ഒരു കർഷകന് ഈ രീതിയിൽ ഒരു വർഷം ഏതാണ്ട് 15 ടൺ വളമെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. മറ്റു രീതിയിൽ ശേഖരിച്ച കാലിവളത്തേക്കാൾ ഏതാണ്ട് 60% കൂടുതൽ മേന്മ ഈ വളത്തിനുണ്ടായിരിക്കും. കാലിവളത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അത് മണ്ണിൽ ചേർത്താൽ സാവധാനമേ അഴുകി അതിൽ നിന്നുള്ള മൂലകങ്ങൾ ചെടികൾക്ക് ലഭിക്കും. ഒന്നാം വിളയ്ക്ക് ചേർക്കുന്ന കാലിവളത്തിൽ നിന്നും അതിനുള്ള ഏകദേശം 30% നൈട്രജനും 2 ഭാഗം ഫോസ്ഫറസും ഏറിയ പങ്ക് പൊട്ടാഷും ആ വിളയ്ക്ക് തന്നെ ലഭിക്കും. 3-ാം വിളയുടെ അവസാനമാകുമ്പോഴേക്ക് 1-ാം വിളയ്ക്ക് നൽകിയ കാലിവളത്തിന്റെ ഗുണം തീരുകയുള്ളൂ. ഓരോ വിളയ്ക്കും കാലിവളം ചേർക്കുമ്പോൾ വിളവ് വർദ്ധിക്കുന്നതും മണ്ണിന്റെ ഫലപുഷ്ടി നിലനിൽക്കുന്നതും ഇത് കാരണമാണ്. ഇനി അടുത്ത ജൈവവളം എന്ന് പറയുന്നത് ചാരമാണ്. പലതരം വസ്തുക്കളും കത്തിച്ചുണ്ടാക്കുന്ന ചാരം പണ്ട് മുതലേ നമ്മുടെ പ്രധാനപ്പെട്ടൊരു നാടൻ വളമായിരുന്നു. പൊട്ടാഷിന് വേണ്ടിയാണ് നാം ചാരം ഉപയോഗിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ചാരത്തിന് ഇംഗ്ലീഷിൽ ആഷ് എന്നാണ് പറയുന്നത് എന്നും എല്ലാവർക്കും അറിയാം. പോട്ട് എന്ന് ഇംഗ്ലീഷിൽ പറയുന്നത് മലയാളത്തിൽ പാത്രം എന്നാണ് അർത്ഥം. വീട്ടിൽ ഉണ്ടാക്കുന്ന ചാരം പാത്രത്തിൽ ശേഖരിച്ച് ഉപയോഗിക്കുന്നു എന്നതിന് തുല്യമായ ഇംഗ്ലീഷിലുള്ള പോട്ട് ആഷിൽ നിന്നാണ് പൊട്ടാഷ് എന്ന പദം രൂപപ്പെട്ടിരിക്കുന്നത്. വീട്ടിലുണ്ടാക്കുന്ന ചാരത്തിൽ 0.5 മുതൽ 1.9% നൈട്രജനും 1.6 മുതൽ 4.2% ഫോസ്ഫറസും 2.3 മുതൽ 12.0% പൊട്ടാഷുണ്ട്. അടിവളമായാണ് സാധാരണ നമ്മൾ ചാരം ഉപയോഗിക്കുക. ഇത്തരം കണ്ടന്റുകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ വീഡിയോയും നിങ്ങൾക്ക് ലഭിക്കാൻ ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക.